ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പിക്സൽ പ്രിൻസസ്. ഇന്ന് നമുക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഓണക്കല്ലേ വരാൻ പോകുന്നത്. ഓണത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാമല്ലേ. അപ്പോൾ എൻ്റെ മോൾക്കൊരു 6 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യാമല്ലേ. കുട്ടികളെല്ലാവരും ഓണത്തിന് സ്കേർട്ടും ടോപ്പൊക്കെ ഇട്ട് കാണാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലേ. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ നോക്കി ഒരു കോട്ടൻ്റെ ക്ലോത്ത് ഉണ്ട്. ഇതുപോലെ ഗോൾഡൻ ആൻഡ് സിൽവർ ലൈൻ വരുന്ന ക്ലോത്താണ്. കണ്ടോ, എനിക്കത് ഇഷ്ടമായോ? അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്യാം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് ചെയ്യണേ. അപ്പോൾ വാ പോയാലോ. അപ്പോൾ നമുക്ക് അളവെടുത്താലോ. അതിന് നമുക്ക് ഫുൾ ലെങ്ത്ത് നോക്കാവേ. ഫുൾ ലെങ്ത്ത് എത്രയെന്ന് നോക്കാം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അടിയിലോട്ട് വയ്ക്കാം. ഇപ്പോൾ ഇത് 14 ഉണ്ട്. ഞാനാകെ 10 എടുക്കുന്നുള്ളൂ കേട്ടോ. 10 + 2. നെക്സ്റ്റ് ചെസ്റ്റ് എടുക്കാം. ഒരു ആം ഹോളിൻ്റെ അവിടെ നിന്ന് മറ്റേ ആം ഹോളിലേക്ക് പിടിച്ച് നോക്കാം കേട്ടോ. ഒന്ന് വലിച്ച് പിടിച്ച് നോക്കാവേ. 12 ആണ്. 12/2 + 2. അടുത്തത് വേസ്റ്റും 11.5 11.5/2. ഷോൾഡർ 1 ഇഞ്ചാണ് ഷോൾഡർ കിടക്കുന്നത്. +1 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കാം. ആം ഹോള് എവിടം വരെയാണോ കിട്ടണേ നോക്കാം. അങ്ങോട്ട് ഒന്ന് ടാപ്പ് ചെയ്തിച്ച് വെച്ച് കൊടുത്താൽ മതി. 4.5. ഇതുപോലെ തന്നെ നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്തും നോക്കാം. ഉണ്ട്. 27 + 6 എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അംബ്രല്ല പാവാടയാണല്ലോ കട്ട് ചെയ്യുന്നത്, അംബ്രല്ല സ്കേർട്ട്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്കൊന്ന് മടക്കിയിട്ടിട്ട് ഇവിടെ എത്രയുണ്ടെന്ന് നോക്കാം കേട്ടോ. 4 മടക്കിയിട്ട് 5. ഇത് നമുക്ക് വേസ്റ്റ് ഭാഗം കട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ, സ്കേർട്ടിൻ്റെ. അപ്പം തുണി എടുത്തിട്ടുണ്ട്. അതിനൊന്ന് 2 ആക്കി, അതായത് 4 ആക്കി മടക്കാം. 4 ആക്കി മടക്കാം കേട്ടോ. മടക്കിയിട്ട് ലെങ്ത്ത് ഒന്ന് നോക്കിയിട്ട് മടക്കാവേ. നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. നമുക്ക് നെക്ക് വൈഡ് 2.5 മതി. നെക്ക് വൈഡും ഷോൾഡർ 2.5 അപ്പോൾ നമുക്ക് 4.5 അടയാളപ്പെടുത്താവേ. 4.5 അടയാളപ്പെടുത്താം. ഇങ്ങോട്ട് നീക്കി ഒരു 4.5 അടയാളപ്പെടുത്താം. അവിടെ നിന്ന് അടിയിലോട്ട് നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്താം. ആം ഹോൾ നമ്മുടെ 4.5 അപ്പോൾ 4.5 തന്നെ ആം ഹോൾ അടയാളപ്പെടുത്താം. ഇനി ചെസ്റ്റ് 8 വരുന്നത്. 8 അടയാളപ്പെടുത്തി അവിടുന്ന് നമുക്ക് എന്തോരം ലെങ്ത്ത് വേണം. നമ്മൾ 10 അല്ലേ എടുത്തിരിക്കുന്നത്. 10 + 2 12 വേണം അല്ലേ. 12 അടയാളപ്പെടുത്താം. അവിടുന്ന് വേസ്റ്റ് ചെയ്യാം. വേസ്റ്റ് അടയാളപ്പെടുത്താം കേട്ടോ. ഇനി ആം ഹോൾ ഒന്ന് നമുക്ക് ചുനി 1.5 ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാം അല്ലേ. റൗണ്ട് ഇട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്താലോ. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് 27 ലെങ്ത്ത്. 27 ലെങ്ത്ത് +2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ 29 എടുക്കാം നമുക്ക്.
29. ഇതുപോലെ തന്നെ ഇങ്ങോട്ടും തിരിച്ച് വെച്ച് 29 എടുക്കാം. ടാപ്പിംഗ് ഇങ്ങനെ തിരിച്ച് വെച്ച് അതിന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാവേ. ഇനി ഇപ്പോൾ വരച്ച വരകളെല്ലാം തന്നെ നമുക്ക് ചേർത്ത് വരക്കാം. നമുക്ക് കട്ട് ചെയ്തെടുത്താലോ?